ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 290 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് തൃക്കരിപ്പൂരാണ്. നമുക്ക് വേണ്ടി അനുഭവം പങ്കുവയ്ക്കുന്നതും വായിക്കുന്നതുമൊക്കെ ജ്വാല, അതായത് കാസർഗോഡ് യുവജനങ്ങൾക്ക് വേണ്ടിയാണ് ജൂലൈ ഓഗസ്റ്റ് മാസം വെച്ചിരിക്കുന്നത്. അത് ജ്വാലയാണ് വായിക്കുന്നത്. ജ്വാല ഓങ്കാരം പറഞ്ഞ് സായി ഗായത്രി പറഞ്ഞ് 3 പ്രാവശ്യം എന്നിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. വീഡിയോ ഓൺ ചെയ്യണേ. സായിരാം. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। സച്ചിദാനന്ദ സ്വരൂപൻ. വിദ്യാർത്ഥികളെ, ഒരിക്കലും ഒരു പരിതസ്ഥിതിയിലും സത്യം കൈവെടിയരുത്. ജീവൻ പണയം വെച്ചും സത്യം പരിപാലിക്കണം. സത്യം നിങ്ങളുടെ അന്തരംഗത്തിലുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ ചുറ്റുമുണ്ട്. കൺപീലികൾ കണ്ണുകളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളെ സത്യം രക്ഷിക്കും. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ സത്യത്തെ മുറുകെ പിടിച്ചതിനാലാണ് ഹരിശ്ചന്ദ്രനെ സത്യഹരിശ്ചന്ദ്രൻ എന്ന് വിളിച്ചത്. എത്രയെത്ര ദുരിതങ്ങളാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്, എത്രയെത്ര പ്രയാസങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഭാര്യയെയും മകനെയും വിൽക്കുന്നതിന് വരെ അദ്ദേഹം നിർബന്ധിതനായി. അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടു, ശവക്കോട്ടയിലെ കാവൽക്കാരനാകേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം അക്ഷോഭ്യനും അചഞ്ചലനുമായി സ്ഥിതി ചെയ്തു, സത്യത്തിൽ അടിയുറച്ചു നിന്നു. അവസാനം ഈശ്വരൻ തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷമായി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി. കൂടാതെ ഈശ്വരൻ അദ്ദേഹത്തിന് നൽകിയ പുരസ്കാരമാണ് സത്യഹരിശ്ചന്ദ്രൻ എന്ന നാമം. വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു, ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ, അമര സന്താനങ്ങളെ കേട്ടാലും. മനുഷ്യൻ അമൃതപുത്രൻ എന്ന നാമം നേടിയെടുക്കണം, അല്ലാതെ അനൃതപുത്രൻ, അസത്യത്തിന്റെ സന്തതി എന്ന നാമമല്ല നേടേണ്ടത്. നിങ്ങൾ സത്യത്തിൽ നിന്ന് ജനിച്ചവരാണ്, അല്ലാതെ അസത്യത്തിൽ നിന്നല്ല. ഈശ്വരൻ സത്യസ്വരൂപനാണ്. എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ സന്താനങ്ങൾ. വെള്ളത്തിൽ നിന്ന് കുമിളകൾ ഉദ്ഭവിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരും സച്ചിദാനന്ദ സാഗരത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. എല്ലാവരും സച്ചിദാനന്ദ സ്വരൂപരാണ്. എല്ലാവരും ഈ സത്യം മനസ്സിലാക്കണം. നിങ്ങൾ രൂപത്തിൽ മാത്രമേ മനുഷ്യരാകുന്നുള്ളൂ, പക്ഷെ അടിസ്ഥാനപരമായി സച്ചിദാനന്ദ വിഗ്രഹങ്ങളാണ്. ഇത്തരം ചിന്ത ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോൾ എത്ര പരമാനന്ദത്തിലായിരിക്കും നിങ്ങൾ. ഭാവങ്ങൾ കൃത്രിമങ്ങളാകരുത്, ഇവ ഹൃദയത്തിന്റെ സ്വാഭാവിക ഭാവങ്ങളായിരിക്കണം. ഞാൻ സച്ചിദാനന്ദ മൂർത്തിയാണ്. ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ നശിച്ചേക്കാം, പക്ഷെ ഞാൻ നിത്യവും സനാതനവുമായ ഏകത്വ തത്വമാണ്, അതായത് ആത്മാവ്. ഈ ദൃഢവിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. അത്തരം ദൃഢവിശ്വാസം വളർത്തുമ്പോൾ നിങ്ങൾ ഈശ്വര സാക്ഷാത്കാരം നേടും. പക്ഷെ ഇന്ന് ആളുകൾ ഇത്തരം ഭാവങ്ങളിൽ വിശ്വാസമില്ല. അപ്പോൾ എങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാനാകും? അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക, ഈശ്വരനിൽ വിശ്വസിക്കുക. ഇവ രണ്ടുമുണ്ടെങ്കിൽ എല്ലാമായി. നിർഭയനായി ഇരിക്കുക, ഒന്നിനെയും ഭയപ്പെടരുത്. സത്യം കൂടെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അതിനാലാണ് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നത്, സത്യം വദ, സത്യം പറയൂ, സത്യമേവ ജയതേ, സത്യം മാത്രമേ വിജയിക്കൂ. പ്രേമപാതയിൽ കൂടി ചരിച്ചാൽ മാത്രമേ സത്യതത്വം നേടിയെടുക്കാൻ കഴിയൂ. എന്റെ എല്ലാ പ്രഭാഷണങ്ങളും സത്യത്തിലും പ്രേമത്തിലും ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. ഞാൻ വേറൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചെന്നിരിക്കും,
ഇല്ലെന്നിരിക്കും. പക്ഷെ എപ്പോഴും ഞാൻ സത്യത്തെയും പ്രേമത്തെക്കുറിച്ചും സംസാരിക്കും. ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത പ്രഭാഷണങ്ങൾ എന്റേതായിട്ടില്ല. കാരണം സത്യവും പ്രേമവും യഥാർത്ഥത്തിൽ എല്ലാവരുടെയും പ്രാണൻ തന്നെയാണ്. ഇവ രണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് തള്ളുന്നതും പോലെയാണ്. മനുഷ്യന് ശ്വാസോച്ഛ്വാസമില്ലാതെ ജീവിക്കാനാവാത്തതുപോലെ അവന് സത്യവും പ്രേമവും ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. സത്യം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്ന പ്രക്രിയയുടെ പ്രതീകം. സോ പ്രേമം ഉച്ഛ്വാസത്തിന്റെ പ്രതീകം. ഹം. സത്യവും പ്രേമവും രണ്ടും കൂടി ചേർന്ന് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ശാശ്വത സോഹമന്ത്രം ഉണ്ടാകുന്നു. ഈശ്വരനെ ഹൃദയവാസിയാക്കൂ. വിദ്യാർത്ഥികളെ, ചെറിയ പ്രായത്തിൽ തന്നെ സത്യവും പ്രേമവും വികസിപ്പിക്കണം. ഒരിക്കലും സത്യത്തെയും പ്രേമത്തെയും ദുരുപയോഗം ചെയ്യരുത്. സത്യത്തിൽ അടിയുറച്ചു നിൽക്കുക, ശരിയായ മാർഗത്തിൽ കൂടി ചരിക്കുക. പക്ഷെ ആളുകൾ അവരുടെ സ്വാർത്ഥതയാൽ സത്യത്തെയും പ്രേമത്തെയും വളച്ചൊടിക്കുന്നു. സത്യ ഹരിശ്ചന്ദ്രന് വിജയകരമായി സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു. അക്കാലത്തെ ചുറ്റുപാടുകൾ അത്രയ്ക്ക് നിർമ്മലമായിരുന്നതിനാൽ സത്യത്തിന്റെ മാർഗത്തിൽ നിന്നും അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാൻ ഒന്നിനും സാധിച്ചില്ല. പക്ഷെ കലികാലത്തെ ദുസ്വാധീനം ഹരിശ്ചന്ദ്രനെ കൊണ്ടുപോലും അസത്യം പറയിപ്പിക്കാൻ മാത്രം ശക്തമാണ്. വളരെ ആളുകൾ സത്യം പറയണമെന്ന് ദൃഢനിശ്ചയം എടുക്കുന്നു. പക്ഷെ പ്രയോഗത്തിൽ വരുത്തേണ്ട സമയം അവർ പരാജയപ്പെടുന്നു. അസത്യം മാത്രം പറയുന്നു. ഇത് കലിയുഗത്തിന്റെ സ്വാധീനം മൂലമാണ്. നിങ്ങൾ കലിയുഗ സ്വാധീനത്തിന് ഇരയാകരുത്. നിങ്ങളുടെ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നിറഞ്ഞു കവിയാൻ ഇടയാകട്ടെ. നിങ്ങൾ ആധ്യാത്മിക സാധനയൊന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല. നിങ്ങൾ സത്യവും പ്രേമവും വളർത്തിയാൽ മാത്രം മതി. സത്യവും പ്രേമവും ധർമ്മവും ശാന്തിയും ഉള്ളിടത്ത് അക്രമത്തിന് സ്ഥാനമില്ല. സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവും ഉള്ളവരിൽ അഹിംസ പൂർണ്ണ മഹിമയോടെ പ്രത്യക്ഷപ്പെടും. ഈ മൂല്യങ്ങളുടെ അഭാവം കാരണമാണ് ഇന്ന് ലോകത്ത് അക്രമം വ്യാപകമായിരിക്കുന്നത്. എവിടെ നോക്കിയാലും, വീട്ടിലാകട്ടെ, വെളിയിലാകട്ടെ, ട്രെയിനിലാകട്ടെ, ബസ്സിലാകട്ടെ, വിമാനത്തിലാകട്ടെ, അവിടെയെല്ലാം അക്രമം സജീവമാണെന്ന് കാണാം. ഇന്ന് ജീവിതം ഭയാശങ്കകൾ നിറഞ്ഞതാണ്. മനുഷ്യൻ ലോകത്തിന്റെ ഉരാക്കുടുക്കിൽ അകപ്പെട്ടിരിക്കുന്നു. അന്തരീക്ഷം മുഴുവൻ ഭയം വ്യാപിച്ചിരിക്കുന്നു. വെളിയിലെങ്ങും പോകാതെ വീടിന്റെ ഉള്ളിൽ വസിക്കുമ്പോഴും മനുഷ്യൻ ഭയചകിതനാണ്. ഭയമില്ലാതെ ഒരു സ്ഥലം എവിടെയുണ്ട്? ദിവ്യസന്നിധിയിൽ മാത്രം ഭയമില്ല. ഈശ്വരനെ നിങ്ങളുടെ അന്തരംഗത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുമ്പോൾ ഭയത്തിന്റെ ആവശ്യമില്ല. അതിനാൽ പ്രഥമവും പ്രധാനവുമായി ഈശ്വരനെ ഹൃദയവാസിയാക്കുക. മനുഷ്യന് ഹൃദയം തന്നിരിക്കുന്നത് അത് ഈശ്വരനെ പ്രതിഷ്ഠിക്കാനാണ്. അങ്ങനെ ലൗകിക ചിന്തകൾ ഇടം കൊടുക്കാതിരിക്കാനാണ്. ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിലെ അന്തേവാസിയാണ്. മാത്രമല്ല ഈശ്വരൻ വാക്ക് തന്നിട്ടുണ്ട്. മത് ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. എന്റെ ഭക്തന്മാർ എന്നെ എവിടെ കീർത്തിക്കുന്നുവോ അവിടെ ഞാൻ വസിക്കുന്നു നാരദ. എവിടെയൊക്കെ ഈശ്വര മാഹാത്മ്യം പാടുന്നുവോ അവിടെയൊക്കെ നിങ്ങൾ ഈ ഈശ്വര പ്രതിഷ്ഠ കാണുന്നു. നമ്മുടെ പാരമ്പര്യം അറിയണം. വിദ്യാർത്ഥികളെ, ഏത് പരിതസ്ഥിതികളിലും എപ്പോഴും സത്യം പറയണം. ആദ്യമൊക്കെ ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടെന്നിരിക്കാം. പക്ഷെ സത്യം പറയാൻ വളരെ എളുപ്പമാണ്. അതിന് യാതൊരു ശ്രമവും ആവശ്യമില്ല. അസത്യം പറയാൻ വളരെയധികം ആലോചിക്കേണ്ടി വരും, വളരെയധികം ആസൂത്രണം ചെയ്യേണ്ടി വരും. അസത്യം പറയുന്നതിന് എത്ര പരിശ്രമം ആവശ്യമാണ്. എന്തിനാണ് അസത്യം പറയാനായി നിങ്ങൾ ഇത്രമാത്രം വിഷമം സഹിക്കുന്നത്? സത്യം പറയുക, അതിന് യാതൊരു ശ്രമവും ആവശ്യമില്ല. സത്യം പറയുന്നത് ഒരു പൂ നുള്ളുന്നത് പോലെ എളുപ്പമാണ്. എത്ര എളുപ്പമാണ് കാര്യങ്ങൾ അതേപോലെ വിവരിക്കാൻ. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ആരാണ് മൊഴിമാറ്റം നടത്തിയത്? നിങ്ങൾക്കുടൻ തന്നെ മറുപടി പറയാം, അനിൽകുമാർ. അനിൽകുമാറിന്റെ പേര്. പക്ഷെ നിങ്ങൾ പറയാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ വളരെയധികം ആസൂത്രണം ചെയ്യണം. എന്തിനാണ് നിങ്ങൾ കള്ളം പറയാൻ അത്രമാത്രം പ്രയാസപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ സത്യം പറയാത്തതും സംഗതികൾ കാണുന്നത് പോലെ തന്നെ വിവരിക്കാത്തതും? നിങ്ങളുടെ ബ്രേസ്ലെറ്റ് കാണാൻ കണ്ണാടി ആവശ്യമുണ്ടോ? സ്വന്തം ബ്രേസ്ലെറ്റ് നേരിട്ട് തന്നെ കാണാം. പക്ഷെ നിങ്ങളുടെ ദൃഷ്ടികൾക്ക് നിങ്ങളുടെ ഉണ്മ കാണാൻ സാധ്യമല്ല. അതിനൊരു മൂന്നാം തൃക്കണ്ണ് വേണം. ഈ തൃക്കണ്ണ് സ്നേഹത്തിന്റെ കണ്ണാണ്. സത്യം, ധർമ്മം, പ്രേമം എന്നീ മൂന്ന് കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് സകലതും കാണാം. യോഗാഭ്യാസത്തിൽ 3 പ്രക്രിയകളുണ്ട്. പൂരകം, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കുംഭകം, ശ്വാസം അവിടെ നിർത്തുന്നത്. രേചകം, ശ്വാസം വെളിയിലേക്ക് വിടുന്നത്. 3 സൂക്ഷ്മനാഡികളുണ്ട്. ഇട, പിംഗള, സുഷുമ്ന. ശരീരത്തിൽ പ്രാണൻ ഒഴുകുന്നത് ഈ 3 നാഡികളിൽ കൂടിയാണ്. ഇട വലത്തെ നാഡിയും പിംഗള ഇടത്തെ നാഡിയും സുഷുമ്ന നടുക്കുള്ള നാഡിയുമാണ്. മീര, ചലോമന ഗംഗ യമുന തീരെ. ഓ മനസ്സെ, ഗംഗയുടെയും യമുനയുടെയും തീരത്തേക്ക് പോകൂ എന്ന് പാടിയപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇടയെയും പിംഗളയെയും കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഗംഗയും യമുനയും വാസ്തവത്തിൽ നിങ്ങളുടെ ഉള്ളിലാണ്. പ്രേമമുദിത മനസ്സേ കഹോ എന്ന ഭജനയോടെ ഭഗവാൻ പ്രഭാഷണം ഉപസംഹരിച്ചു. 1996 ജൂലൈ 13 സായി കുൽവന്ത് ഹാൾ. സായിറാം. ഇനി അനുഭവം പറഞ്ഞോളൂ. ഓക്കെ. ഓം ശ്രീ സായിറാം.
offering my most humble salutations at the divine lotus feet of our beloved Bhagavan. Sairam to all. എൻ്റെ പേര് ജ്വാലാപി നായർ, കാസർഗോഡ് ജില്ലയിലാണ് എൻ്റെ വീട്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ഒരു അനുഭവം ഒരു 10 years ബിഫോർ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ഇൻസിഡന്റ് ആണ്. അന്ന് ഞാൻ അനന്തപുരി സ്വാമിയുടെ സ്റ്റുഡൻ്റായി വിദ്യാർത്ഥിനിയായിരിക്കുന്ന സമയം ഞങ്ങളുടെ എക്സാം കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനാൽ നമ്മളെല്ലാം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയം അന്ന് എൻ്റെ അച്ഛനാണ് എന്നെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. അങ്ങനെ ഞങ്ങൾ യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടുന്ന് ഞങ്ങൾ വളരെ മുന്നേ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിൽ കയറി ടിക്കറ്റ് നോക്കി സീറ്റൊക്കെ കൺഫേം ചെയ്ത് ഞങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് സമയം ട്രെയിൻ ലീവ് ചെയ്യാനുണ്ട് എന്നതിനാൽ അച്ഛൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ATM യൂസ് ചെയ്ത് വരാം, നീ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ വണ്ടിയിലാക്കിയിട്ട് ATM യൂസ് ചെയ്യാൻ വേണ്ടി അച്ഛൻ പോവുകയാണ്. ആ സമയത്ത് യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുന്ന ട്രെയിൻ ആയതിനാൽ അധികം ആരും തന്നെ ട്രെയിനിൽ ഉണ്ടായിരുന്നുമില്ല, എല്ലാ ലൈറ്റ്സ് ഒന്നും ഓൺ ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ. അങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും അനൗൺസ്മെന്റ് വന്നു, ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ ലീവായി തുടങ്ങി, മൂവ് ചെയ്ത് തുടങ്ങി. ഞാൻ ആകെ ടെൻസ്ഡ് ആയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വാമിയുടെ കോളേജിൽ നിന്ന് ഡയറക്റ്റ്ലി വരുന്നതാണ്. ഞങ്ങൾക്ക് കോളേജിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ഫോണില്ല. എങ്ങനെ അച്ഛൻ എന്നെ കോൺടാക്ട് ചെയ്യും? ഞാനെങ്ങനെ അച്ഛനെ കോൺടാക്ട് ചെയ്യും? ഉണ്ടോ ഇല്ലയോ, കയറിയോ, എന്തെങ്കിലും അറിയണ്ടേ? അതിനുവേണ്ടി ഞാൻ ചുറ്റിനും നോക്കിയപ്പം കമ്പാർട്ട്മെന്റിൽ ആരുമില്ല, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ആരുമില്ല. പിന്നെ ഞാൻ നോക്കിയപ്പം വിൻഡോ സീറ്റിൻ്റെ അടുത്തായിട്ട് ഒരു അങ്കിൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും എൻ്റെ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയാണ്. എങ്ങനെ എനിക്ക് ആ ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. ഹീസ് എ ടോട്ടൽ സ്ട്രേഞ്ചർ. ഐ വെന്റ് ടു ഹിം ആൻഡ് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇല്ല എൻ്റെ കൂടെ, എനിക്കൊന്ന് അച്ഛനെ കോൺടാക്ട് ചെയ്യണം. അച്ഛൻ്റെ നമ്പർ എനിക്ക് കാണാതെ അറിയാം. അങ്ങനെ അങ്കിൾ പറഞ്ഞു, ഓ ഷുവർ, എനിക്ക് വിളിക്കണമെങ്കിൽ ഞാൻ ഫോൺ തരാം. ആദ്യം അദ്ദേഹം എന്നെ കൺസോൾ ചെയ്യേണ്ടത്, പേടിക്കണ്ട, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അച്ഛൻ കയറിയിട്ടില്ലെങ്കിൽ തന്നെ യു ഡോണ്ട് നീഡ് ടു വറി ഫോർ എനിത്തിങ് എന്ന് പറഞ്ഞ് ആ ഫോൺ എനിക്ക് തരുവാണ്. എന്തോ ഒരു ധൈര്യം എൻ്റെ മനസ്സിലപ്പോൾ വന്നു. അന്ന് ഞാൻ ആ ഫോൺ എടുത്ത് അച്ഛന് ഡയൽ ചെയ്തു, അച്ഛന് കിട്ടി. എൻ്റെ സൗണ്ട് ഇടുന്നതിനേക്കാളും അച്ഛൻ്റെ സൗണ്ട് ഇങ്ങനെ ഇടറി നിൽക്കുകയാണ്, കണ്ണുനൊക്കെ ഇങ്ങനെ വെള്ളം വന്ന പോലെ ഒരു അത്രയ്ക്കും ഒരു സിറ്റുവേഷനിലാണ് അച്ഛന്. അപ്പം എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അച്ഛന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഫോണിൽ ഇങ്ങനെ വിളിക്കുകയാണ്, അച്ഛൻ ട്രെയിൻ ലീവ് കിട്ടിയില്ല അല്ലേന്ന് ചോദിച്ചു. ബിക്കോസ് അച്ഛൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ സിറ്റുവേഷൻ ഊഹിക്കാമായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഓടി എത്തിയപ്പോഴേക്കും എനിക്ക് ട്രെയിൻ കയറാൻ പറ്റുന്നതിനേക്കാളും മുമ്പിലേക്ക് ട്രെയിൻ നീങ്ങി പോയിട്ടുണ്ട്, എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നീ പേടിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ട്രെയിൻ ക്യാച്ച് ചെയ്യും, നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ ഏതെങ്കിലും സ്റ്റേഷനിൽ വന്ന് ഞാൻ കയറും, എന്തായാലും ഞാൻ വന്ന് കയറും. അച്ഛൻ എനിക്ക് ഒരു ഇത് തരാണ്, എന്നെ ഒന്ന് കൺസോൾ ചെയ്യാണ്. അങ്ങനെ ഞാൻ ആ ഫോൺ അങ്കിളിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അങ്കിള് അച്ഛനോട് സംസാരിച്ചു. അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, എനിക്കും ഇതേപോലെ ഒരു മോളെൻ്റെ വീട്ടിലുണ്ട്, ഞാൻ അവളെ നോക്കിക്കോളും, അത് സേഫാണെന്ന് ഞാൻ ഉറപ്പെടുത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ അച്ഛനെയും അദ്ദേഹം കൺസോൾ ചെയ്യാണ്. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. അധികം ആരും തന്നെ വന്നിട്ടില്ല, എൻ്റെ കമ്പാർട്ട്മെന്റിൽ ആരും വന്നിട്ടില്ല, എങ്കിലും ഞാനും മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാംഗ്ലൂർ എത്തിയപ്പം ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ എല്ലാ സീറ്റിലേക്ക് ആൾക്കാർ കയറി. അങ്ങനെ ഇരിക്കുക എനിക്ക് ആകെ ടെൻഷനാണ്, ആരാണ് എനിക്ക് വരാൻ പോകുന്നത്, എങ്ങനത്തെ പാസഞ്ചേഴ്സ് ആയിരിക്കും. അല്ലെങ്കിലും ആ അങ്കിള് ഇങ്ങനെയൊക്കെ അച്ഛനോട് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നീട് ആ ബാംഗ്ലൂരിൽ നിന്ന് കയറിയതിൽ എൻ്റെ കമ്പാർട്ട്മെന്റിൽ ഇരുന്നത് ഒരു ഫാമിലി. ആ ഫാമിലിയിൽ ഉണ്ടായിരുന്നത് ഒരു അച്ഛനും അമ്മയും അവരുടെ മകളും, ആ മകളുടെ ഒരു 6 months പ്രായമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഒരു ഫുള്ളി ഫാമിലി പാക്ഡ് എൻവയോൺമെന്റ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ എത്തിയപ്പോൾ വീണ്ടും അച്ഛനെ അങ്കിളുടെ ഫോണിൽ കോൾ ചെയ്തപ്പം ഞാൻ പറഞ്ഞു, ബാംഗ്ലൂർ എത്തി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല ഈ സമയത്തിനുള്ളിൽ, ഞാൻ ഹസൻ ആകുമ്പോഴേക്കും ഞാൻ തീർച്ചയായും ബസ്സിന് വന്നിട്ട് എനിക്ക് ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ പറ്റും, നീ ഒട്ടും പേടിക്കണ്ട, എന്നെ ഫോൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നു. ഞാൻ അച്ഛനെ സമാധാനിപ്പിക്കുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇതുപോലെ ഒരു ഫാമിലിയാണ് എൻ്റെ അടുത്തുള്ളത്, അച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ബിക്കോസ് അച്ഛൻ അറിയില്ല, അച്ഛൻ പോകുന്ന സമയത്ത് ആരും തന്നെ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ അച്ഛന് ഒരാളും പരിചയമില്ല. അതുകൊണ്ട് അച്ഛന് നന്നായിട്ട് ടെൻഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിത് സംസാരിക്കുന്നത് കേട്ടപ്പം ആ ഫാമിലിയിൽ അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ ഞാൻ ഫോൺ വെച്ചതിന് ശേഷം എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരിത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഫോണിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ നമ്പർ വാങ്ങിയിട്ട് വിളിക്കുകയും എൻ്റെ അച്ഛനെയൊക്കെ കൺസോൾ ചെയ്തിട്ട് പറയാം, ഞങ്ങൾ പയ്യന്നൂര് വരെ ഉണ്ട്, നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ അതുവരെ മോളെ സേഫ് ആയിട്ട് കൊണ്ടുപോകും, ഞങ്ങൾക്ക് ഒരു മോളുണ്ട്, ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ എന്നെയും കൺസോൾ ചെയ്യാണ്. അതിനുശേഷം
TTR വരികയാണ്. TTR വരുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് അച്ഛന്റെ കയ്യിലാണുള്ളത്. ഞാനപ്പോ ആകെ വീണ്ടും ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ പെട്ടെന്ന് അവിടെ അടുത്തുള്ളവരോട് പറഞ്ഞു, ഇങ്ങനെ എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. ആ പാരന്റ്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ അവര് പറഞ്ഞു, അത് കുഴപ്പമില്ല, അച്ഛൻ വരുന്നു പറഞ്ഞല്ലോ, അപ്പോഴേക്കും നമുക്ക് TTRനോട് പറഞ്ഞു വെക്കാം. അതുപോലെ TTR വന്നപ്പം ഈ കാര്യം ഞാൻ പറഞ്ഞപ്പം അദ്ദേഹം കൂളായിട്ട് പറഞ്ഞു, ഓക്കെ എന്നാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തോളാം. ഒരു റൂഡ് ബിഹേവിയറോ അല്ലെങ്കിൽ ഒന്നും തന്നെ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായില്ല. വാട്ട് ഐ ഫീൽ ഈസ് അതൊക്കെ സ്വാമിയുടെ അനുഗ്രഹമായിരുന്നു എന്ന് മാത്രമാണ്. അത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യോ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചിരുന്നെങ്കിൽ ആ ട്രെയിൻ ജേർണി എനിക്ക് ഏറ്റവും വേദനാജനകവും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നുമായി മാറിയേനെ. അപ്പം സമയാസമയത്ത് ഭഗവാൻ ഓരോരോ ആൾക്കാരെ കൊണ്ടുവന്ന് എല്ലാവരിലൂടെയും നല്ല രീതിയിൽ പെരുമാറ്റം തന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യായിരുന്നു മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അത് അച്ഛൻ ഹാസൻ സ്റ്റേഷൻ എത്തുമ്പം ട്രെയിൻ ക്യാച്ച് ചെയ്തിട്ട് ട്രെയിനിൽ വരികയും ഞങ്ങൾ സേഫായിട്ട് വീട്ടിലെത്തുകയും ചെയ്തു ആ ഒരു ജേർണി. അച്ഛൻ വന്നതിന് ശേഷമാണ് അച്ഛൻ്റെ സൈഡിലെ സ്റ്റോറി എന്താണെന്ന് ഞാൻ കേൾക്കുന്നത്. അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ATM യൂസ് ചെയ്ത് ഓടി വരുമ്പോഴേക്കും ട്രെയിൻ ലീവായത് കണ്ടു. മൂപ്പരാകെ വിഷമത്തിലായി, ഒരു സഹായ അവസ്ഥയിൽ എന്ത് ചെയ്യും, എങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്യാനാവില്ലല്ലോ, നമ്പർ ഫോണില്ലല്ലോ എൻ്റെ കയ്യിൽ. അങ്ങനെ അച്ഛനാകെ ടെൻഷനായി നിൽക്കുന്ന ആ സമയത്ത് അച്ഛൻ സായിറാം ഉറക്കെ വളരെ വിഷമത്തോടെ കരയുന്ന ഒരു ഇടർന്ന സൗണ്ടോടെ സായിറാം ഉറക്കെ വിളിക്കാണ്. ആ വിളി കേട്ടപ്പോൾ അച്ഛനെ പാസ് ചെയ്ത് പോയ ഒരാള് അവിടെ സ്റ്റോപ്പായിട്ട് അച്ഛനോട് ചോദിക്കാണ്, ഞാനൊരു ഷിർഡി ബാബ ഡിവോട്ടിയാണ്, നിങ്ങൾ വളരെ വിഷമത്തോടെ സായിറാം എന്ന് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം തോന്നി, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എൻ്റെ അടുത്തുനിന്ന്, ഇങ്ങോട്ട് അച്ഛനോട് ചോദിക്കാണ്. ഹിസ് നോട്ട് ഈവൻ ആസ്കിങ് മൈ ഫാദേഴ്സ് നെയിം ഓർ ഒന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ് അദ്ദേഹം അച്ഛനോട് പറഞ്ഞത്. അങ്ങനെ അച്ഛൻ പെട്ടെന്ന് ആ ഒരു വിഷമത്തിലും സങ്കടത്തിലൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ, എൻ്റെ മോൾ ആ ട്രെയിനിലുണ്ടായി, ട്രെയിൻ ലീവായി, അവളുടെ അടുത്ത് ഫോണില്ല, ഞാനൊക്കെ എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ബൈക്ക് ഉണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, നമുക്ക് ബൈക്കിൽ പോയിട്ട് അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ എന്തായാലും പറ്റും, ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് എത്രയും വേഗം അവർ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ കയറി അടുത്ത സ്റ്റേഷനിലെത്തി. പക്ഷേ അച്ഛന് ട്രെയിൻ കിട്ടിയില്ല, അതായിരുന്നു സത്യം. ട്രെയിൻ ലീവായിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അദ്ദേഹം തന്നെ ഉടൻ തന്നെ അടുത്ത ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ബസ് പിടിച്ച് പോയിക്കോ, അപ്പോൾ നിയറസ്റ്റ് നിങ്ങൾക്ക് ഹസനൊക്കെ എത്തുമ്പോൾ തീർച്ചയായും ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ പറ്റും എന്ന് നിർദ്ദേശിച്ചിട്ട് അദ്ദേഹം പോവാൻ. ഒന്ന് നോക്കൂ, എനിക്ക് ഇത് എങ്ങനെയാണ് സ്വാമി ഇങ്ങനെ എല്ലാം അലൈൻ ചെയ്ത് ഞങ്ങളെ അന്ന് സുരക്ഷിതവും ഹാപ്പി ആയിട്ട് വീട്ടിലെത്തിച്ചതെന്ന് എനിക്ക് I don't need to explain. This was Swami's Leela. So I thank you, Swami, for this beautiful experience. അത് കഴിഞ്ഞിട്ട് ഈ അന്തശൗച യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് എനിക്കിങ്ങനെ ടോക്ക് ചെയ്യണമെന്നും സ്വാമിന്റെ വാണി വായിക്കണമെന്നും പിന്നെ സത്സംഗം പോലെ ഒരു അനുഭവം പങ്കുവയ്ക്കണമെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വാമി എനിക്കൊന്നും സംസാരിക്കാനൊന്നും അറിയില്ല, അങ്ങനെ ആൾക്കാരുടെ മുമ്പിലൊന്നും സംസാരിച്ച് ശീലമല്ല, ഞാൻ എന്ത് അനുഭവമാണ് പറയേണ്ടത്, എനിക്ക് പറയാൻ പറ്റുമോ, എന്താണ് പറയേണ്ടതെന്നൊക്കെ സ്വാമിയോട് ഇങ്ങനെ ഒരു കൺവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ ഒരു അനുഭവം വന്നു. എനിക്ക് തോന്നി ഇത് പറയാം. ഓഫ് കോഴ്സ് ഇത് തന്നെയാണ് ഞാൻ പറയേണ്ടത്. ഇന്ന് നമുക്കറിയാം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അക്രമങ്ങളും ഒരു ജേർണി, സാധാ ജേർണി, ഇവൻ വിത്ത് അവർ പാരൻസ് ഓർ ഫാമിലി, ഇവൻ വിത്ത് അവർ ഗാർഡിയൻസ്, we know what we are facing in a train journey or something nowadays. അപ്പൊ അത് നമുക്ക് അറിയുന്ന കാരണം ഞാൻ സ്വാമിന്റെ അടുത്ത് ഞാൻ മനസ്സിൽ പറഞ്ഞു, ഈവൻ ദോ സ്വാമി ഡിഡ്ന്റ് കം ടു മീ ആൻഡ് സേയിങ് ഫിസിക്കലി ആ ട്രെയിൻ ജേർണിയിൽ അവരൊക്കെ ആയി വന്ന് നിന്നെ ഞാനാണ് സംരക്ഷിച്ചതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും സ്വാമി എനിക്കറിയാം, ഇത് അവിടുത്തെ കൈകൾ മാത്രമാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, സ്വാമിയുടെ ലീല മാത്രമാണ് ഇത് എന്ന് എനിക്കറിയാം സ്വാമി. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ പറയും, എനിക്ക് ഈ മിറാക്കിളാണ് ഇന്ന് ഷെയർ ചെയ്യേണ്ടത് സ്വാമി എന്ന് ഞാൻ മനസ്സിൽ സ്വാമിയോട് പറഞ്ഞു. എന്നിട്ട് അപ്പം സ്വാമിന്റെ വാണി വായിക്കണമല്ലോ, ആ വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സനാതന സാരഥി ഇങ്ങനെ ഓപ്പൺ ചെയ്തു കേട്ടോ. ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് വന്ന ഒരു വാക്ക് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ആ പാട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചായി വായിക്കുമ്പോൾ വായിച്ചത്. അപ്പൊ അത് ഞാനിപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. സത്യവും പ്രേമവും ധർമ്മവും ശാന്തിയും ഉള്ളിടത്ത് അക്രമത്തിന് സ്ഥാനമില്ല. സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവും ഉള്ളവരിൽ അഹിംസ പൂർണ്ണ മഹിമയോടെ പ്രത്യക്ഷപ്പെടും. ഈ മൂല്യങ്ങളുടെ അഭാവം കാരണമാണ് ഇന്ന് ലോകത്ത് അക്രമം വ്യാപകമായിരിക്കുന്നത്. എവിടെ നോക്കിയാലും, വീട്ടിലാകട്ടെ, വെളിയിലാകട്ടെ, ട്രെയിനിലാകട്ടെ, ബസ്സിലാകട്ടെ, വിമാനത്തിലാകട്ടെ, അവിടെയെല്ലാം അക്രമം സജീവമാണെന്ന് കാണാം. എനിക്കിപ്പോഴും എൻ്റെ കണ്ണിൽ വെള്ളം വരുന്ന കാരണം അത് വായിക്കാൻ പറ്റുന്നില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മെന്റ്.
ആ റിലേഷൻ സ്വാമി തന്നത് നോക്കൂ നിങ്ങള്. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ട്രെയിനിലൊക്കെ ഇന്ന് അക്രമങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ. പക്ഷെ അന്ന് എന്റെ വീട്ടുകാരെ കൊണ്ടുപോകുന്ന പോലെയാണ് സ്വാമി അന്ന് എനിക്ക് ആ ട്രെയിൻ ജേർണി തന്നത്. അപ്പൊ ഇതന്നെയാണ് സ്വാമി എനിക്ക് പറയേണ്ടത്. ഈവൻ ദോ യു ഡിഡ്ന്റ് ടെൽ മീ ഫിസിക്കലി ഡയറക്ട്ലി എന്ന് സ്വാമിയുടെ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഞാൻ as soon as I thought, the thought came into my mind, ഞാൻ ഈ സനാതന സാരഥിയുടെ ഈ പേജ് ഇങ്ങനെ എടുത്തപ്പോ എനിക്ക് വന്ന വാക്കാണിത്. എന്താണ് ഇതിന് പറയുന്നത് ഒന്നും കൂടി നോക്കൂ. ട്രെയിനിലാകട്ടെ, ബസ്സിലാകട്ടെ, വിമാനത്തിലാകട്ടെ, അവിടെയെല്ലാം അക്രമം സജീവമാണെന്ന് കാണാം. 1996 സ്വാമി പറഞ്ഞ ഒരു ഭാഗത്തിന്റെ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വിചാരിച്ചൊരു എക്സ്പീരിയൻസ് ആയിട്ട് റിലേറ്റ് ആയിട്ട് സ്വാമി എനിക്ക് തന്നു. അപ്പൊ എനിക്ക് സ്വാമിയോട് ഞാൻ എന്റെ മനസ്സിൽ കരുതി എന്താണെന്ന് അറിയോ, ഞാൻ സ്വാമിയോട് പറഞ്ഞില്ലേ, സ്വാമി എന്നോട് ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കറിയാം സ്വാമി തന്നെയാണ് അന്ന് എന്നെ എന്റെ അച്ഛനെയും സേഫ് ആയിട്ട് വീട്ടിലെത്തിച്ചതെന്ന് എനിക്കറിയാം സ്വാമി. അതല്ലാതെ സ്വാമിയുടെ ലീല അല്ലാതെ മറ്റൊന്നും അല്ലാതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിനുള്ള ഉത്തരമായിട്ട് ഭഗവാൻ എന്നോട് പറയായിരുന്നു, യെസ് ഇറ്റ് വാസ് മീ. അത് നിനക്ക് ഡയറക്റ്റ് സൈൻ വേണോ, എനിക്ക് ഡയറക്റ്റ്ലി ഞാൻ പറയണം, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാരഗ്രാഫ് തന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇറ്റ് വാസ് ഓൾറെഡി ആ ട്രെയിൻ ജേർണി എന്ന എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അതിന് മേലെ അഗെയിൻ സ്വാമി ഈസ് ഗിവിംഗ് കൺഫർമേഷൻ ടു മീ ദാറ്റ് ഇറ്റ് വാസ് alone my Swami who took care of both of us in that journey. അതുപോലെ തന്നെ വേറൊരു പ്രാർത്ഥനയും കൂടി എനിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അന്തർശൗച യജ്ഞത്തിൽ എൻ്റെ ഈ അനുഭവങ്ങൾ പങ്കുവെക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കുന്ന സത്യസായി വാണിയും എൻ്റെ അനുഭവവും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവണേ സ്വാമി എന്നുള്ളൊരു പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അതും ആ ഒരു പ്രാർത്ഥനയും നമുക്ക് 1000 പ്രാർത്ഥനകൾ ഉണ്ടാവും, പക്ഷെ എല്ലാ സ്വാമിക്കും ഒരു വാക്ക് മതി അത് ഒന്ന് നമുക്ക് റിവീൽ ചെയ്ത് തരാൻ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെയുള്ള ഒരു ഭാഗം എനിക്ക് വായിക്കാനും സ്വാമി തന്നു. That is 100% relating to my experience which I want to share today. I hope നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു. എന്തായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്നും എന്തായിരുന്നു ഇന്ന് എനിക്ക് കിട്ടിയത് ഈ ഒരു ഭാഗം എന്നുള്ളതും. അങ്ങനെ സ്വാമിയോട് ഒരുപാട് നന്ദി പറഞ്ഞു. സ്വാമി he's always listening. That's what I want to say. Always listening. ആ 10 years നടന്ന എക്സ്പീരിയൻസ് എനിക്കെപ്പോഴും മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു കേട്ടോ, ഇത് സ്വാമിയാണോ ചെയ്തതെന്ന്. അപ്പൊ സ്വാമി പറയുന്നു, അയ്യോ ഒതുണ്ടപ്പത്താ, you don't know, I only did that because only Swami can turn such kind of experience into a beautiful experience. ഇത് സ്വാമിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഇന്നും വേറൊന്നും പ്രാർത്ഥിക്കാനില്ല. സ്വാമിന്റെ അടുത്ത് എന്നും സ്വാമി കൂടെ ഉണ്ടാവണം, നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാവണം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വാക്കുകളും സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും എപ്പോഴും സ്വാമി ഉണ്ടാവണം. ഇതുപോലെ വഴികാട്ടിയായും നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്രയിൽ എല്ലാം കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ സ്വാമി നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും സ്വാമി കൃപാദങ്ങൾ സമർപ്പിക്കുകയാണ്. ജയ് സായിറാം. വളരെ നന്നായി മോളെ, വളരെ മനോഹരായി. సుఖమంటే ఏమిటి? వాట్ ఈస్ హ్యాపీనెస్? ఎట్టి కష్టము లేక, ఎట్టి నష్టము లేక, వేళకు తిని 4-5 టీవీలు చూసుకొని లేక సినిమాలు చూసుకొని ఆనందంగా నిద్రపోవటం ఇది సుఖం అనుకుంటున్నారు. We think happiness means not to have any kind of difficulties or losses, but watching TV and watching cinemas and eat and drink. ఇది కాదు నిజమైన సుఖము. This is not true happiness. ఇది కేవలం సోమరత్వము. It's laziness. సుఖమనగా ఏమిటి? What is happiness? మన మానవత్వంలో ఉండినటువంటి యొక్క సర్వ శక్తులను కూడాను సద్వినియోగపరచడమే నిజమైన సుఖము. True happiness is making use of faculties of man. మనలో వచ్చేటువంటి యొక్క పవిత్రమైన భావములను తగినటువంటి ప్రాక్టికల్ అనే ఆచరణలో పెట్టడమే సుఖము. True happiness lies in translating into action all the sacred thoughts. మనలో వచ్చేటువంటి యొక్క సద్భావములను మనం ప్రాక్టికల్ లో పెట్టడం లేదు, ఆచరణలో పెట్టడం లేదు. We are not practicing those of the sacred thoughts, good thoughts. ജ്വാല ഒരു ഭജന പാടിക്കോളൂ. ഓക്കെ മാം. ഇത്
ഞാൻ ഇന്ന് ഇവിടെ പാടാൻ വേണ്ടി എടുത്തത് നമ്മൾ ഹോസ്റ്റലിൽ ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ സ്വാമിക്ക് വേണ്ടി പാടിക്കൊണ്ടിരുന്ന ഒരു ഇറ്റ്സ് നോട്ട് എ ഭജന, ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ഇതാണ്. ഇതാണ് ഇന്ന് ഇവിടെ ഞാൻ സ്വാമിക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. There is someone about to guide me. There is someone about to show me the way. There is someone about to love me. There is someone about to care. It's love, love, all the way. It's sunshine on a rainy day. No clouds can hide our happiness. With everlasting joy you bless. There is Lord side to guide us. There is Satya side to show us the way. There is Swami to love us. There is someone about to care. There is someone about to care. There is someone about to care. Thank you, Saira. നന്നായി മോളെ, നന്നായി. Sairam sir. വളരെ ടച്ചിങ് ആയിരുന്നു ജോല. താങ്ക് യു സർ, ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം തന്നതിന്. സൈറാം സൈറാം. സൈരം ജ്വാല ഭജന പാടുന്നോ? മാം ഭജന പാടി ശീലമില്ല, വേണമെങ്കിൽ ഒന്ന് പാടാം മാം. പാടിക്കോളൂ. ആ. ഹേ മാധവ ഹേ മധുസൂദന ദാമോദര ഹേ മുരളീധര ഹേ മാധവ ഹേ മധുസൂദന മനമോഹന ഹേതുനന്ദന ദീനാവന ഭവഭയഭഞ്ജന ദീനാവന ഭവഭയഭഞ്ജന ഹേ മാധവ ഹേ മധുസൂദന ദാമോദര ഹേ മുരളീധര ഹേ മാധവ ഹേ മധുസൂദന മനമോഹന ഹേതുനന്ദന ദീനാവന ഭവഭയഭഞ്ജന ദീനാവന ഭവഭയഭഞ്ജന. സായിരാം. നന്നായി, വളരെ നന്നായി. സൈരം, ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് കേട്ടിട്ടില്ലേ? മോൾ അനന്തപൂർ പഠിച്ച കുട്ടി, സ്വാമിയുടെ പുട്ടപ്പർത്തിയിൽ എത്രയോ ദർശനം നേടിയ കുട്ടി. ആ കുട്ടിക്ക് ഭജന പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പോലും ഉള്ളിൽ നിന്ന് വന്നു പോകും. അതാണ് മോളുടെ പാട്ട് നമുക്ക് കാണിച്ചു തന്നത്. സായി ഉപമ ആന്റി വായിച്ചു കഴിയുമ്പോ മോള് ശാന്തി മന്ത്രം പറഞ്ഞോളൂ കേട്ടോ. ശരി മാം, ശരി. കുരുക്ഷേത്ര യുദ്ധം ഭഗവാൻ എന്തുകൊണ്ടാണ് തടുക്കാതിരുന്നത് എന്ന് വിതുരൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഗുണങ്ങളും ശക്തികളും നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവ ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ഇപ്രകാരം പ്രവചിച്ചുകൊണ്ടാണ് ഓരോരുത്തരും മെച്ചപ്പെടുവാൻ പഠിക്കുന്നത്. പിച്ച വെച്ചു നടന്നുകൊണ്ട് ഒരു ശിശു നടക്കുവാൻ പഠിക്കുന്നു. സാവകാശത്തിൽ അവന്റെ ചുവടുകൾ ഉറപ്പുള്ളതാകുന്നു. അനുഭവമാണ് ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും ഉത്തമമായ അനുഭവം. തീ തൊട്ടാൽ പൊള്ളുമെന്ന് എത്രയൊക്കെ പറഞ്ഞാലും തീ തൊട്ട് വിരൽ പൊള്ളുന്നത് വരെ നിങ്ങൾക്ക് പൊള്ളൽ എന്താണെന്ന് അറിയുകയോ വിശ്വസിക്കുകയോ ചെയ്യുവാൻ സാധിക്കില്ല. ഈ ഉപദേശം ഞാൻ എപ്പോഴും ആവർത്തിച്ച് നിങ്ങൾക്ക് നൽകാറുണ്ട്. ചിലപ്പോൾ എനിക്ക് ഒരേ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് പോലും നിങ്ങൾ വിചാരിച്ചേക്കാം. ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് മനസ്സിലാകുന്നത് വരെയും അനുസരിക്കുന്നത് വരെയും ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
അതുപോലെ വേദമാതാവും ഗീതമാതാവും വിഭിന്നമായ അവസരങ്ങളിൽ ഒരേ സത്യത്തെ തന്നെ ആവർത്തിച്ച് ഉപദേശിക്കുന്നു. മാഷേ, ഒരു കാര്യം സതീഷ് മാഷേ, നാളത്തെ കാര്യം ഒന്ന് അനൗൺസ് ചെയ്യോ ഇപ്പൊ? സൈരാം, നമ്മള് അന്തർശൗചയജ്ഞം രാമായണ മാസമായിട്ട് ലിങ്ക് ചെയ്യാണ്. നമ്മള് ഈ അന്തർശൗചയജ്ഞത്തിലെ സ്വാമിയുടെ വാണിയാണ് വായിക്കുന്നത്. അതുപോലെ രാമകഥ രസവാഹിനിയും സ്വാമി എഴുതിയത് തന്നെയാണ്. അപ്പൊ അത് യൂത്തിന് അവസരം കൊടുക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 32 യൂത്തിന് അവസരം കിട്ടും. 32 ചാപ്റ്റർ ആണ്. അപ്പൊ മിക്കവാറും ഇപ്പൊ എല്ലാവരും ആയിക്കഴിഞ്ഞു. അപ്പോൾ ഓരോ യൂത്തും അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ചാപ്റ്റർ നേരത്തെ ഹോംവർക്കായിട്ട് വായിച്ച് ഒരു ചെറിയ സംഗ്രഹം എഴുതി വെക്കുക. 10-15 മിനിറ്റ് തൊട്ട് അത് അവതരിപ്പിക്കാം. അതിനുശേഷം സ്വാമിയുടെ വീഡിയോ പ്രസന്റേഷൻ ഉണ്ടാവും, ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ. അതിനുശേഷം നമുക്ക് ഒരു ഭജന ഉണ്ടാവും. രാമഭജനയായ നല്ലത്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യാം. അതിനുശേഷം വത്സല മാം നമ്മൾ ആ വായിച്ച ചാപ്റ്ററിനെ ഒന്ന് സംഗ്രഹിച്ചു പറയും. കാരണം കുട്ടികൾ സംഗ്രഹിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം ശരിക്കും വരണമെന്നില്ല. പക്ഷെ മാമിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാമിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കും. അപ്പൊ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു, എല്ലാവരും കയറണം. യൂത്തിന്റെ കാര്യങ്ങൾ നമുക്ക് യൂത്തിന് പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും നാളത്തെ 1-ാം തീയതി രാമായണ മാസത്തിലേക്ക് ക്ഷണിക്കുന്നു. സൈര. നീ ജ്വാല പറഞ്ഞോളൂ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. जय बोलो भगवान श्री सत्य साई बाबा जी की जय.